ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ലാലാജി ഗ്രന്ഥശാല ഹാളിൽ കെ.സി. വേണുഗോപാൽ എം.പി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, ചികിത്സാ സഹായം, അവാർഡ് വിതരണം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്റ്റഡി സെന്റർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. ലാലാജി സ്മാരക ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 134 പേർക്ക് വിവിധ സഹായങ്ങൾ വിതരണം ചെയ്തു. ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം, ചികിത്സാ ധനസഹായം, വനിതകൾക്ക് തയ്യൽ മെഷീൻ വിതരണം, വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം, ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഡോക്ടർ ബി.ആർ. അംബേദ്കർ അവാർഡുകളും വിതരണം ചെയ്തു. നവോത്ഥാന തുടർ പ്രവർത്തനത്തിന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദിനും, പരിസ്ഥിതി, കായികം, ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അഡ്വക്കേറ്റ് അനിൽ ബോസിനും, ജീവകാരുണ്യ പ്രവർത്തനത്തിന് മെഹർഖാൻ ചെന്നല്ലൂരിനും അവാർഡുകൾ സമ്മാനിച്ചു. സമ്മേളനം കെ.സി. വേണുഗോപാൽ എം.പി ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറുടെ സ്മരണയിലല്ല, അംബേദ്കറുടെ ആശയങ്ങൾ ഇന്നും പൂർത്തീകരിക്കാതെ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അത് എതിരായിട്ട് നിൽക്കാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറാക്കും. അതിനുള്ള ഒരു ആഹ്വാനമാണ് വിദ്യാഭ്യാസത്തെ കഴിഞ്ഞ ദിവസം ഞാൻ കണക്ക് നോക്കിയപ്പോൾ 33,000 നിയമനങ്ങളാണ് താൽക്കാലിക ഒരു വർഷം നടത്തുന്നത്. 33,000 നിയമനങ്ങളാണ്. താൽക്കാലിക നിയമനങ്ങൾ സംവരണം പാലിക്കേണ്ട കാര്യമില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സംവരണമുണ്ട്. 33,000 പേരെ ഓരോ കൊല്ലവും സംവരണം ഇല്ലാതെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് സ്വന്തക്കാരെ, ബന്ധപ്പെട്ടവരെ, ബന്ധുക്കളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏത് ഗവൺമെന്റ് വെച്ചാലും സംവരണങ്ങൾ പാലിക്കണമെന്ന കാര്യത്തിൽ ബോബൻ ജിനാഥ് അധ്യക്ഷത വഹിച്ചു. ചൂളൂർ ഷാനി സ്വാഗതം പറഞ്ഞു. പി.കെ. അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പോച്ചയിൽ നാസർ സഹായ വിതരണം നിർവഹിച്ചു. കെ.സി. രാജൻ, അനിൽ എസ് കലേലി ഭാഗം, എൽ.കെ. ശ്രീദേവി, കെ.ജി. രവി, ബിന്ദു ജയൻ, നീലികുളം സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിംസ എന്ന് പറയുന്നത്, ജാതിയുടെ യഥാർത്ഥ ഹിംസ എന്ന് പറയുന്നത് അവകാശങ്ങളെ നിഷേധിക്കലാണ്. ഭൂമിയുടെ മേലുള്ള, സമ്പത്തിനു മേലുള്ള, ജ്ഞാനത്തിനു മേലുള്ള, തുല്യ അവകാശങ്ങൾക്ക് മേലുള്ള ജനതയുടെ അധികാരത്തെ നിഷേധിക്കുകയാണ് ജാതി ചെയ്തത്. പിന്നീട് ജാതി നിർമൂലനത്തിൽ അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ ദളിതരുടെ ഈ സാമൂഹിക ക്രമം മാറ്റാതെ പുരോഗതി അടക്കം യാതൊന്നും നിങ്ങൾക്ക് കരഗതമാക്കുവാൻ കഴിയില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.